പത്തനംതിട്ട ചെന്നീർക്കരയിൽ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണി അപകടാവസ്ഥയിൽ. ഏത് സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ജലസംഭരണിയെന്ന് പ്രദേശവാസികൾ. വാട്ടർ അതോറിറ്റിയുടെ ബലക്ഷയം പരിഹരിക്കണമെന്ന് അധികൃതരെ അറിയിച്ചിട്ടും ഇടപെടലുണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശക്തമായ ഒരു മഴയോ കാറ്റോ ഉണ്ടായാൽ ഒരുപക്ഷെ ജലസംഭരണി നിലംപതിക്കും. അത്രമാത്രം അപകടാവസ്ഥയിലാണ് ചെന്നീർക്കരയിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണി. തലയ്ക്കു മുകളിലുള്ള ജലസംഭരണി ദുരിതം വിതയ്ക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ 10-ലധികം കുടുംബങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ പില്ലറുകളെല്ലാം പൊട്ടി മുൾഭാഗം മൊത്തം അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് കയറി നോക്കിയാൽ അതിനകത്തും വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതിൻ്റെ അകത്ത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയില്ല. ഈ വെള്ളം വരുമ്പോൾ ഈ ടാങ്ക് പ്രകമ്പനം കൊള്ളാറുണ്ട്. ഈ പില്ലറുകളെല്ലാം പൊട്ടിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സൈഡിലോട്ട് പൊളിഞ്ഞു പോകും. ആ പൊളിഞ്ഞു പോകുന്ന ഭാഗത്ത് ഇതിൻ്റെ മുകൾ ഭാഗം റൗണ്ട് ആയതുകൊണ്ട്, ഇത് മലയുടെ മുകളിലായതുകൊണ്ട് അത് എങ്ങനെ പോകും എന്ന് നമുക്കറിയാം. ഒരു ചക്രം പോലെ ഉരുണ്ടുപോയാൽ ആ അവസ്ഥ വളരെ മോശമായിരിക്കും. 10-40 വീടുകളുണ്ട് ഈ പ്രദേശത്ത്. ആ 40 വീടുകളെ ഇത് ഭാഗികമായിട്ടും അല്ലാതെയും ബാധിക്കും. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ജലസംഭരണിക്ക്. മെഴുവേലി, ചെന്നീർക്കര പഞ്ചായത്തുകളിലെ ആളുകൾക്ക് കുടിവെള്ളം സ്ഥാപിക്കാനായിരുന്നു ജലസംഭരണി സ്ഥാപിച്ചത്. വാട്ടർ ടാങ്കിന്റെ പില്ലറുകളിൽ പലതും കോൺക്രീറ്റ് ഇളകി മാറിയ നിലയിലാണ്. കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ചു. അടിയും മണ്ടയെല്ലാം പോയി നിൽക്കുക. മണ്ടവശം കണ്ട ഇതിനകത്തും ഇതുപോലെ കിടക്കുക. വർഷങ്ങളായ ടാങ്കായത്. ഇത് പഴയതായതാ. അതിനി പിന്നെ എല്ലാം അടന്നടന്ന് മാറുക. ഇതിന്റെ മേവശത്ത് ഇരുന്ന് അണ്ടാതെ ഇളയി ഞങ്ങൾ പകലാ അടന്നു വീണത്. അന്നേരം തൊട്ട് ഞങ്ങൾക്ക് പേടിയാ. അത് പഞ്ചായത്തുകാരാ തീരുമാനിക്കേണ്ടത്, നമ്മളല്ലല്ലോ. അതെന്തോന്നാ ചെയ്യാം. മഴക്കാലമാകുന്നതിന് മുൻപ് ജലസംഭരണിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.